നമസ്കാരം, ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം വിളിച്ചു ചേർത്തു. കോർപ്പറേഷൻ പരിധിയിലെ ഓടകളും കനാലുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പ്രവൃത്തിയുടെ മേൽനോട്ട ചുമതല സബ് കളക്ടർക്ക്. മഴയിലും കാറ്റിലും പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. പറളിയിൽ അംഗൻവാടിക്ക് സമീപത്തെ മതിൽ തകർന്നു വീണു. തൃശൂർ നഗരത്തിൽ മരക്കൊമ്പ് പൊട്ടി വീണ് 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. കാർഷിക മേഖലയിലും വൻ നാശനഷ്ടം. നാട്ടികയിൽ ഗ്രാമീണ റോഡുകൾ തോടുകളായതോടെ മീൻപിടുത്ത സമരവുമായി കോൺഗ്രസ്. ഭാരതപ്പുഴയിലെ മാന്നന്നൂർ പൈങ്കുളം ഉരുക്കുതടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. ആശങ്കയോടെ തീരദേശവാസികൾ. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ തടയണ പുനർനിർമ്മാണം നിർത്തിവെച്ചത് കഴിഞ്ഞ ദിവസം. അടിയൊഴുക്ക് ശക്തമായതോടെ തടയണയോട് ചേർന്ന കൂടുതൽ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യത. ദേശമംഗലം ചെങ്ങണാങ്കുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഓടകളും കനാലുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഓടകൾ, കനാലുകൾ തുടങ്ങിയവ വൃത്തിയാക്കുന്ന പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ നിർദ്ദേശം. നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് അടിയന്തര പ്രാധാന്യമുള്ളവയുടെ പട്ടിക തയ്യാറാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മഴ പെയ്തതോടെ തൃശൂർ നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം വിളിച്ചു ചേർത്തത്. ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിനിൽക്കില്ലെന്ന് ഉറപ്പാക്കാൻ കോർപ്പറേഷൻ ജീവനക്കാർക്ക് കളക്ടർ കർശന നിർദ്ദേശം നൽകി. മഴയത്തടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കുന്ന നടപടി ഊർജിതമാക്കിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ പ്രവൃത്തികളിൽ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മേൽനോട്ടം വഹിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വീടുകളിലുള്ളവരെ ആവശ്യമെങ്കിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും. ദുരിതബാധിതർക്ക് ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കും. കൂടാതെ മലിനജലം വീടുകളിൽ കയറിയ അവസ്ഥയുള്ളതിനാലും കിടപ്പുരോഗികൾ ഉൾപ്പെട്ടതിനാലും ഈ പ്രദേശത്ത് അടിയന്തരമായി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. നഷ്ടം സംബന്ധിച്ച വിശദ റിപ്പോർട്ട് നൽകാൻ തഹസിൽദാരോട് കളക്ടർ നിർദ്ദേശിച്ചു. ജില്ലയിലെ ജലസംഭരണികളിലെ ജലം നിയന്ത്രിത അളവിൽ റെഗുലേറ്റ് ചെയ്യാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് യോഗത്തിൽ നിർദ്ദേശിച്ചു. എനാമാക്കൽ ബണ്ട് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ഉപദേശക സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഓടകളിലും കനാലുകളിലും അടിഞ്ഞുകൂടിയ ചണ്ടികൾ, കുളവാഴ എന്നിവ അടിയന്തരമായി നീക്കാനും യോഗം തീരുമാനിച്ചു. മഴക്കാലം അവസാനിക്കുന്നതുവരെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. വെള്ളക്കെട്ടിന് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഉചിതമായ ഇടങ്ങളിൽ ക്യാമ്പുകളോ ഷെൽട്ടർ ഹോമുകളോ സജ്ജമാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയിൽ പറളി മേഖലയിൽ വ്യാപക നാശനഷ്ടം. 5-ാം വാർഡിലെ കരിങ്കുളങ്ങര കോളനിയിൽ മതിൽ തകർന്നു വീണു. കാർഷിക മേഖലയിലും മഴ കനത്ത നാശനഷ്ടമുണ്ടാക്കി. പറളി പഞ്ചായത്തിലെ കരിങ്കുളങ്ങര കോളനിയിൽ അംഗൻവാടിക്കും സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വിജ്ഞാന കേന്ദ്രത്തിനും തയ്യൽ പരിശീലന കേന്ദ്രത്തിനും ഇടയ്ക്കുള്ള മതിലാണ് തകർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് ആർക്കും അപകടം സംഭവിക്കാതിരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് മതിൽ തകർന്നു വീണത്. മതിൽ തകർന്നതോടെ അംഗൻവാടിയുടെ സുരക്ഷ ഭീഷണിയിലായിട്ടുണ്ട്. ശക്തമായ മഴയിൽ പറളി മേഖലയിലെ പല ഭാഗങ്ങളിലും വൻ മരങ്ങൾ കടപുഴകി വീണു. വയലുകൾ നിറഞ്ഞു കവിഞ്ഞ് വരമ്പുകൾ തകർന്ന അവസ്ഥയിലാണ്. പാടശേഖരങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ 1-ാം വിള നെൽകൃഷിക്കുള്ള ഞാറ്റടി തയ്യാറാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. കാത്തിരുന്നെത്തിയ വേനൽമഴ വലിയ നാശനഷ്ടമാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ മരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത്. അപകടത്തിൽ ഒരു ഗൂഡ്സ് ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരു ഓട്ടോറിക്ഷ ഭാഗികമായും തകർന്നു. രാവിലെ 8:30-യോടെയാണ് അപകടം. പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായുമാണ് തകർന്നത്. ഓട്ടോറിക്ഷകളിൽ ആരുമില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി.
മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി. കഴിഞ്ഞ ദിവസം സ്വരാജ് റൗണ്ടിൽ തേക്കിൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു. കളക്ടറേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ ടൗൺ വെസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർന്നു. ചേറ്റുപുഴ റോഡിൽ മരം വീണ് അപകടമുണ്ടായതും ഈ ആഴ്ചയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിൽ പൈങ്കുളം മാന്നന്നൂർ ഒഴുക്ക് തടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പ്രളയത്തിൽ തകർന്ന തടയണയുടെ പുനർനിർമ്മാണം കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. 2018 പ്രളയത്തിൽ മാന്നന്നൂർ ഭാഗത്ത് പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് സ്ഥലം ഒലിച്ചുപോയിരുന്നു. ഈ ഭാഗം പുനർനിർമ്മിക്കുന്നതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയെ തുടർന്ന് തകർന്ന പുഴയിലേക്ക് വീണത്. 28 മീറ്റർ നീളമുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് തകർന്നത്. അടിയൊഴുക്കിനെ തുടർന്ന് മണൽ ഊർന്നുപോയതാണ് ഭിത്തി അമരാൻ കാരണമായത്. ഒഴുക്ക് ശക്തമായാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള സംരക്ഷണ ഭിത്തി തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രദേശവാസികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ നാശനഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ഈ ഭാഗത്ത് ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ തേടുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മാണ സാമഗ്രികൾ ഒലിച്ചുപോയിരുന്നു. പ്രവൃത്തി അസാധ്യമായതോടെ പുനർനിർമ്മാണം നിർത്തിവെക്കുകയാണുണ്ടായത്. ഒഴുക്ക് കുറയാതെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാനാകില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കനത്ത മഴയിൽ തൃശൂർ നാട്ടികയിലെ റോഡുകൾ തോടുകളായി മാറിയതോടെ വ്യത്യസ്ത സമരവുമായി കോൺഗ്രസ്. പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിൽ വലവീശി മീൻ പിടിക്കൽ സമരം സംഘടിപ്പിച്ചു. ജലജീവൻ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായി മാസങ്ങൾ കഴിഞ്ഞു. മഴക്കാലത്തിനു മുമ്പ് തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളം പോകാൻ സൗകര്യമൊരുക്കാത്തതാണ് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളിലും വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നാട്ടിക ബീച്ച് റോഡിൽ നടന്ന വലവീശൽ സമരം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, രഹന ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ദേശമംഗലം ചെങ്ങണാങ്കുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റെഗുലേറ്ററാണിത്. ഷട്ടർ തുറന്നത് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മണ്ണൂരിൽ പ്രവാസി സംഘം വില്ലേജ് സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി AP അഷറഫ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ രാജ്യത്ത് കേരളയിൽ അനിവാര്യമാണ്, അത് വരിക തന്നെ ചെയ്യും. നമ്മളല്ലെങ്കിൽ വേറൊരാൾ ഈ രാജ്യത്തിന് ആവശ്യമാണത്. ഒരു ദിവസം 10-12 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും പോയിക്കൊണ്ടിരിക്കും. അതിന് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല കയറുക, കാസർഗോഡ് നിന്ന് കണ്ണൂർക്ക് ഒരാൾക്ക് കയറാം, 20 മിനിറ്റ് കൊണ്ടെത്തും. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കെത്താം, 20 മിനിറ്റ് കൊണ്ടെത്തും. സമ്മേളനത്തിൽ P ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കാരിയർ ഗൈഡൻസ് ക്ലാസ്സിന് റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ PM അബ്ദുൽ കലാം നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത മുഖ്യാതിഥിയായിരുന്നു. ലോക കേരള സഭ അംഗം നന്ദിനി മേനോൻ, KS മുഹമ്മദ് ബഷീർ, TR ശശി, TK വിനയദാസ്, ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ, ഹംസ അമ്പലപ്പാറ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ പ്രസിഡന്റ്, പ്രശാന്ത് സെക്രട്ടറി, TK വിനയദാസ് ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ പഞ്ചായത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പൊതുയിടങ്ങളിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം വേങ്ങശ്ശേരിയിൽ പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ഓരോ വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഹരിത കർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് G ഹരിദാസ് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. NM സൈദിന് ബ്രോഷർ നൽകിയാണ് യൂണിറ്റ് പ്രസിഡന്റ് G ഹരിദാസ് പ്രകാശനം നിർവഹിച്ചത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PAM അഷറഫ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ P നന്ദകുമാർ, വൈസ് പ്രസിഡന്റ് TM യൂസഫ്, സെക്രട്ടറിമാരായ CH മുസ്തഫ, K സുരേഷ് ബാബു,
ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. നമ്മുടെ പൊതുയോഗം 29-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വായനശാലകളിൽ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാന്യനായ പ്രിയങ്കരനായ ശ്രീ KV അബ്ദുൽ ഹമീദ് അവറുകളാണ് നമ്മുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ എത്തുന്നുണ്ട്. നമ്മുടെ മുഖ്യ അതിഥിയായി നമുക്ക് ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ 29-ന് രാവിലെ 10 മണിക്കാണ് വാർഷിക പൊതുയോഗം. KVVA സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കരയിൽ തകർച്ചാ ഭീഷണിയിലായ ഇരുനില കെട്ടിടം യാത്രക്കാർക്കും സമീപവാസികൾക്കും ഭീഷണിയാകുന്നു. മങ്കര കൂട്ടുപാതയിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ നൂറ്റാണ്ട് പഴക്കമുള്ള മൺചുമരോടുകൂടിയ വലിയ കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. കെട്ടിടം പാടെ തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം സംസ്ഥാന പാതയോരത്തും മറുഭാഗം പഞ്ചായത്ത് റോഡിന്റെ അരികിലുമാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കെട്ടിടത്തിന് സമീപത്തെ ഗ്രാമീണ റോഡിലൂടെ യാത്ര ചെയ്യാറുണ്ട്. 100ഓളം കുടുംബങ്ങൾ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. മഴ നനഞ്ഞതോടെ വീടിന്റെ പല ഭാഗങ്ങളും ഭാഗികമായി തകർന്നു വീഴുന്നുണ്ട്. ഭീതിയോടെയാണ് ഇപ്പോൾ ഇതിലെ യാത്ര. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത്. കേസ് നിലനിൽക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമാണ്. പഴക്കമുള്ള കെട്ടിടം നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ, RDO, മങ്കര പോലീസ്, മണ്ണൂർ പഞ്ചായത്ത് എന്നിവർക്ക് 1 വർഷം മുമ്പ് പരാതി നൽകിയെങ്കിലും ഇന്നുവരെ നടപടിയുണ്ടായില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും കെട്ടിടം പൊളിച്ചുമാറ്റാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാരായ ജബ്ബാർ മങ്കര, PK മോഹൻദാസ്, KT ചാമുണ്ണി, TN തോമസ്, KK കേശവൻ, അരവിന്ദാക്ഷൻ, ചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നിട്ട് ഇതുവരെയായിട്ട് ആരും വന്ന് നോക്കിയിട്ടുമില്ല. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായവും പറയുന്നില്ല. വീണ്ടും ഞങ്ങൾ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ആരും ഒരു ആക്ഷനും ഒന്നും എടുക്കുന്നില്ല. വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സുമാർ 100 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗാണ്. ഇത് ആള് താമസമല്ല. ഇത് പരസ്പരം കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബിൽഡിംഗ് മഴക്കാലം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി മഴക്കാലത്ത് ബിൽഡിംഗ് വീഴായി ജനങ്ങളൊക്കെ വളരെ ഭീതിയിലാണ്. ഇപ്രാവശ്യം വളരെ മഴ കൂടുതലാണ്. ഇപ്പോൾ മഴക്കാലം വന്നിട്ടില്ല. അതിന് മുമ്പേ ഇപ്പോൾ ബിൽഡിംഗ് എല്ലാവരും പേടിച്ച് നടക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ പുറകിൽ 100ഓളം വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ ഒരാഴ്ചയായിട്ട് സ്കൂൾ തുറക്കാറായി. പിഞ്ചു മക്കളും പ്രായമുള്ളവർ, രോഗികളും വഴിയാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആയതുകൊണ്ട് ഈ വിഷയം ഞങ്ങൾ ഒരു 6-7 മാസം മുന്നേ ഞങ്ങൾ പാലക്കാട് കളക്ടർക്ക്, RDO, പഞ്ചായത്തിന്, പോലീസ് സ്റ്റേഷനിലേക്ക്, അങ്ങനെ ഗവൺമെന്റിന്റെ പ്രത്യേക എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ അയച്ചു കൊടുത്താണ്. പത്രക്കാർ വന്നു അതിന് വേണ്ടി സഹായം ചെയ്തു. പക്ഷെ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള ഗവൺമെന്റ് പ്രോസസ് എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. അച്ചടി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A. ഷാജഹാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ദിനേശൻ, യൂണിറ്റ് ഭാരവാഹികളായ CP വിജയൻ, A. സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശം ഗവർണർക്ക് കൊടുത്താൽ ഗവർണർക്ക് അത് പരിശോധിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? വിദ്യാർത്ഥി പ്രതിനിധിയുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥി തന്നെയാണോ? അതിൽ തന്നെ നല്ല പഠിക്കുന്ന കുട്ടിയാണോ നോക്കാം. പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ തള്ളാം. നല്ലോണം പഠിക്കുന്ന കുട്ടിയുടെ പേര് കൊടുക്കുമ്പോൾ നല്ലോണം പഠിച്ച കുട്ടിയുടെ സ്ഥാനത്ത് നല്ലോണം തോറ്റ കുട്ടിയുടെ സ്ഥാനം പേരെടുത്തിട്ട് ഗവർണർ കൊടുത്താൽ എന്താ അതിൻ്റെ അർത്ഥം? അവസാനം പറയുന്നു, ഭരണഘടനാ രംഗത്ത് ഭരണഘടനാപരമായി വിവേചനാധികാരം എന്നൊന്ന് ഗവർണർക്കുണ്ട്. ആ വിവേചനാധികാരം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല, ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാനുള്ള വിവേചനാധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരായി കേരളത്തിലെ ഹൈക്കോടതി വിധി എഴുതേണ്ടി വന്നല്ലോ. VT രാധാമണി അധ്യക്ഷത വഹിച്ചു. A. ഷാജഹാൻ, PK ദിനേശ്, എക്സ സജീവ്, V. വേണുഗോപാൽ, RL അജയകുമാർ, നളിനകുമാർ, A. സുബ്രഹ്മണ്യൻ, CP വിജയൻ, ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി R. പുഷ്പരാജൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KK സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം വിളിച്ചു ചേർത്തു. കോർപ്പറേഷൻ പരിധിയിലെ ഓടകളും കനാലുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പ്രവൃത്തിയുടെ മേൽനോട്ട ചുമതല സബ് കളക്ടർക്ക്. മഴയിലും കാറ്റിലും പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. പറളിയിൽ അംഗൻവാടിക്ക് സമീപത്തെ മതിൽ തകർന്നു വീണു. തൃശൂർ നഗരത്തിൽ മരക്കൊമ്പ് പൊട്ടി വീണ് 2 ഗൂഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. കാർഷിക മേഖലയിലും വൻ നാശനഷ്ടം. നാട്ടികയിൽ ഗ്രാമീണ റോഡുകൾ തോടുകളായതോടെ മീൻപിടുത്ത സമരവുമായി കോൺഗ്രസ്. ഭാരതപ്പുഴയിലെ മാന്നന്നൂർ പൈങ്കുളം ഉരുക്കുതടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. ആശങ്കയോടെ തീരദേശവാസികൾ. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ തടയണ പുനർനിർമ്മാണം നിർത്തിവെച്ചത് കഴിഞ്ഞ ദിവസം. അടിയൊഴുക്ക് ശക്തമായതോടെ തടയണയോട് ചേർന്ന കൂടുതൽ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യത. ദേശമംഗലം ചെങ്ങണാങ്കുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.